ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് പാത സമർപ്പണം ചെയ്തു. ശനിയാഴ്ച രാവിലെ ബ്രഹ്മശ്രീ ഇരിവൽ ഐ.കെ. കൃഷ്ണദാസ് തന്ത്രികളാണ് ക്ഷേത്രപാത വിശ്വാസികൾക്കായി തുറന്നു നൽകിയത്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അഭിവൃദ്ധിയിലേക്ക് ചുവടുവെച്ചുകൊണ്ടിരിക്കുന്ന ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശ്വാസികളുടെ സൗകര്യാർത്ഥമാണ് പുതിയ പാത നിർമ്മിച്ചത്. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്കായി പടിതൊരുക്കിയ കോൺക്രീറ്റ് റോഡിന് 100 മീറ്റർ നീളവും 6 മീറ്ററിലധികം വീതിയുമുണ്ട്. ഇതിന്റെ സമർപ്പണ കർമ്മമാണ് ശനിയാഴ്ച രാവിലെ ബ്രഹ്മശ്രീ ഇരിവൽ ഐ.കെ. കൃഷ്ണദാസ് തന്ത്രികൾ നിർവഹിച്ചത്. ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ് അധ്യക്ഷനായി. നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഒരു നടപ്പാത വേണമെന്ന ആഗ്രഹം കുറേ നാളുകളായി നമ്മുടെ മുമ്പിലുണ്ട്. മഴ വരുമ്പോൾ ചെളിക്കുളമാകുന്ന ഈ പ്രദേശം നല്ല കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടി വർഷങ്ങളോളം ആളുകളുടെ ഒരാഗ്രഹപ്രകാരം ഉണ്ടായ ആ ആഗ്രഹത്തിൽ നിന്ന് ഉടലെടുത്ത് മാതൃസമിതിയുടെ വളരെ നിസ്വാർത്ഥമായ, വളരെ സത്യസന്ധമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഈ പാത ഇത്രയും നല്ല രീതിയിലേക്കാക്കാൻ നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ അവർ തന്ന തുകക്കപ്പുറത്ത് എത്രയോ അധികം ആയി എങ്കിലും അവരായിരുന്നു തുടക്കം എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ആളുകളിലൊക്കെ ഉദാരമായി വളരെയധികം സ്നേഹത്തോടെയും വളരെയധികം അത്യാവശ്യമെന്ന ഒരു ഇതോടുകൂടി എല്ലാവരും തന്ന് സഹായിച്ചതുകൊണ്ടും ഇനിയും കുറച്ച് ക്ഷേത്രത്തിന് ബാധ്യതയുണ്ടെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ ഈ പാത പൂർത്തിയാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ക്ഷേത്രം സെക്രട്ടറി ബാലകൃഷ്ണൻ ലാലൂർ, ഖജാൻജി രാജീവൻ ഗുരുപുരം, മാതൃസമിതി പ്രസിഡന്റ് ഗോപകുമാരി, സെക്രട്ടറി ഗിരിജ തുടങ്ങിയവർ സംബന്ധിച്ചു. റോഡ് തുറന്നു നൽകിയതിന് പിന്നാലെ തന്ത്രി തന്നെ തന്റെ വാഹനം സ്വയം ഓടിച്ച് ആദ്യമായി ഇതിലൂടെ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇതിനെ അനുഗമിച്ച് മറ്റുള്ളവരും വാഹനങ്ങളും. ഇതോടെ വലിയൊരു സ്വപ്നം കൂടിയാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. മഴക്കാലത്ത് സദാസമയവും ചതുപ്പായി നിൽക്കുന്ന സ്ഥലമായതിനാൽ ഇതുവഴി ക്ഷേത്രത്തിലെത്താൻ വിശ്വാസികൾ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. നവരാത്രി കാലത്ത് വാഹന പൂജയ്ക്കായി നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ആളുകൾക്കും വെള്ളക്കെട്ടും ചെളിയും വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇതിനെല്ലാം ശാശ്വതമായൊരു പരിഹാരം വളരെ വേഗത്തിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്ന ആലോചനയും ആഗ്രഹവുമാണ് ക്ഷേത്ര ഭരണസമിതിയെ റോഡ് നിർമ്മാണം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഇതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും പിന്തുണയുമായി മാതൃസമിതിയും കൂടെ നിന്നതോടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം വേഗതയേറി. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതാണ്ട് 4.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഈ പാതയുടെ പണി പൂർത്തീകരിച്ചത്. ആവശ്യമായ വീതിയുള്ളതിനാൽ ഒരേ സമയം 2 വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നുപോകാമെന്നതും ഏറെ ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിനും സവിശേഷമായ ആരാധനകൾക്കും ആഘോഷങ്ങൾക്കുമെല്ലാം ഈ പാത വലിയൊരു മുതൽക്കൂട്ടായി മാറും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.